ഹിരോഷിമയിലും നാഗസാക്കിയിലും പതിനായിരങ്ങളെ കാലയവനികക്കുള്ളിലേക്ക് പറഞ്ഞയക്കുകയും ജനിക്കാൻ പോകുന്ന തലമുറയെ പോലും അംഗവൈകല്യങ്ങളുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്ത കൊടും ക്രൂരതയൊന്നും നമ്മുടെ രാജ്യം ആരോടും ചെയ്തിട്ടില്ല. വൈറ്റ് ഹൗസിന്റെ ഇടനാഴിയിൽ പരിചാരികയോട് തോന്നിയ അധിനിവേശത്തിന്റെ പേരിൽ ഇംപീച്ച് ചെയ്യപ്പെട്ട ഒരു പ്രഥമ പൗരനെയും ഈ രാജ്യം സൃഷ്ടിച്ചിട്ടുമില്ല. ഒരു രാജ്യത്തെ രാജകുമാരി ആയിരിക്കുമ്പോഴും ആ നാട്ടിലെ യുവരാജാവിന്റെ ധർമ്മപത്നി ആയിരിക്കുമ്പോഴും ഒട്ടനവധി കാമുകന്മാരെ കൊണ്ടു നടക്കുകയും അതിലൊരു കാമുകന്റെ കൂടെ കാറിൽ സഞ്ചരിക്കുമ്പോൾ ആ നാട്ടിലെ പത്രപ്രവർത്തകരായ പാപ്പരാസികളുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട രാജകുമാരിയെ വിശുദ്ധിയുടെ മാലാഖയെ പോലെ കൊണ്ടു നടക്കേണ്ട കൾച്ചറൽ സ്റ്റുപ്പിഡിറ്റിയും ഇന്ത്യക്കുണ്ടായിട്ടില്ല. ഇന്ത്യ ലോകത്തിന് സമ്മാനിച്ചത് ശ്രീബുദ്ധനെയാണ്, വിവേകാനന്ദനെയാണ്, മഹാത്മാഗാന്ധിയെയാണ്, APJ അബ്ദുൽ കലാമിനെയാണ്. ഫെബ്രുവരി മാസത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയോഗിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ എന്ന് പഠിക്കാനായിരുന്നു ആ കമ്മീഷനെ നിയോഗിച്ചത്. ആ കമ്മീഷൻ ഇന്ത്യ മൊത്തം സഞ്ചരിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ 10 വർഷം കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകില്ല, തമ്മിലടിച്ച് തകരുന്ന രാജ്യമായി ഇന്ത്യ മാറും. അതിനവർ പറഞ്ഞ കാരണങ്ങൾ ഇങ്ങനെയായിരുന്നു: പല ജാതി, പല മതം, പല ഗോത്രം, പല സംസ്കാരം, പല സംസ്കൃതി, പല ഭാഷ, അങ്ങനെ ഒന്നിനോടൊന്ന് ചേർന്നാൽ വൈരുദ്ധ്യങ്ങൾ മാത്രമുള്ള ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ നിന്നാണ് നമ്മുടെ രാജ്യം ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ 80ാം പിറന്നാൾ ആഘോഷിക്കുന്നത്. ഇന്ത്യയിലെ ഹിന്ദുവിനെയും മുസൽമാനെയും ജൂതനെയും ബുദ്ധനെയും പാർസിയെയും ചൈനനെയും ഒക്കെ ഒരമ്മ പറ്റ മക്കളെ പോലെ, ഒരു ചങ്ങലയിലെ കണ്ണി പോലെ, ഒരു പൂവിന്റെ ഇതൾ പോലെ, കണ്ണിലെ കൃഷ്ണമണി പോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ചേർത്ത് പിടിക്കുകയാണ്. എങ്ങനെയാണോ ഒരു പൂന്തോട്ടത്തിൽ വ്യത്യസ്ത നിറങ്ങളുള്ള പൂക്കൾ മനോഹാരിത വിടർത്തുന്നത്, അതുപോലെ ഇന്ത്യയുടെ ഈ വൈരുദ്ധ്യം ഇന്ത്യയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുകയാണ്. ഇന്ത്യ ലോകത്തിന് മുന്നിൽ ഒരു അത്ഭുതമാണ്. ആൽബർട്ട് ഐൻസ്റ്റീനും മാർക്ക് മുള്ളറും പറഞ്ഞതുപോലെ ലോകത്തിന്റെ ഗുരുവാണ് ഇന്ത്യ. ആധ്യാത്മികമായ ചൈതന്യത്തെ ഇന്നും നിലനിർത്തുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഭാരതമാണ്. ചരിത്രത്തിന്റെ ഈരടികളിൽ നമ്മൾ പഠിച്ച പല സംസ്കാരങ്ങളും കാലയവനികക്കുള്ളിലേക്ക് മാഞ്ഞു പോയപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാത്തിനെയും ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. 1947 അരിയില്ലാത്ത, തുണിയില്ലാത്ത, തൊഴിലില്ലാത്ത ഇന്ത്യയിൽ നിന്ന് ഇന്ന് ലോകത്തെ ഏത് രാജ്യങ്ങളോടും കിടപിടിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാനൊരു സംഭവം ഓർത്തെടുക്കുകയാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കാറിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ കാറ് തടഞ്ഞു നിർത്തി. നെഹ്റു കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ സ്ത്രീ വളരെ ദേഷ്യത്തോടെ നെഹ്റുവിന്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് സാധാരണക്കാരൻ എന്ത് ഗുണമാണുള്ളത്? നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്നതൊഴിച്ചാൽ എന്ത് ഗുണമാണ് ഇന്ത്യക്ക് ഉണ്ടായത് എന്ന് വളരെ നിരാശയോട് ചോദിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തടഞ്ഞു നിർത്താനും അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനും അവരുടെ കൈക്ക് പിടിച്ച അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷവും ഉണ്ടാവും, ഭരണപക്ഷവും ഉണ്ടാവും, എതിർപ്പുകൾ ഉണ്ടാവാം, സമരങ്ങൾ ഉണ്ടാവും, പ്രക്ഷോഭങ്ങൾ ഉണ്ടാവാം. എല്ലാ പ്രക്ഷോഭങ്ങൾക്കും എല്ലാ സമരങ്ങൾക്കും ഉത്തരം നൽകുന്ന മഹത്തായ ഒരു ഗ്രന്ഥം നമുക്കുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഒന്ന് തുപ്പാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യക്ക് മനോഹരമായ ഒരു ഭരണഘടന സമ്മാനിച്ചിട്ടാണ് BR അംബേദ്കർ എന്ന് പറയുന്ന മഹാൻ കടന്നുപോയത്. ഈ രാജ്യം ഒരു അത്ഭുതമാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യത്തിന്റെയും ആഭ്യന്തര കാര്യത്തിൽ ഇടപെടില്ല എന്നുറപ്പുള്ള, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യത്തെയും ആക്രമിക്കില്ല എന്നുറപ്പുള്ള, സൂര്യന് കീഴിലുള്ള ഏതെങ്കിലും ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഭാരതമാണ്. അകം ബ്രഹ്മാസ്മിയും തത്വമസിയും ലോകോ സമസ്തോ സുഗുണോ ഭവന്തുവും അഗ്രേവശാമിയും ലോകത്തിന് സമ്മാനിച്ച ശ്രീബുദ്ധനെയും ശ്രീനാരായണ ഗുരുവിനെയും മഹാത്മാഗാന്ധിയെയും അയ്യങ്കാളിയെയും APJ അബ്ദുൽ കലാമിനെയും ഒക്കെ ലോകത്തിന് സമ്മാനിച്ച എനിക്കും നിങ്ങൾക്കുമൊക്കെ ജനിക്കാനും വളരാനും ഒടുക്കം മടങ്ങുകയും ചെയ്യേണ്ട ഈ രാജ്യം ലോകത്തിന് മുന്നിൽ ഇന്നും പ്രോജ്വലിച്ചു നിൽക്കുന്നത് നമുക്ക് അഭിമാനമാണ്. സ്വാതന്ത്ര്യത്തിന്റെ 80ാം പൊൻപുലരിയിൽ നമുക്ക് അവകാശങ്ങളെക്കുറിച്ചും കർത്തവ്യങ്ങളെക്കുറിച്ചും ബോധവാന്മാരാകാം. ജയ് ഹിന്ദ്.